ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു അടിപൊളി ഹെയർ പാക്ക് ഉണ്ടാക്കാൻ പോകണം. വളരെ സിമ്പിളായിട്ട് നമുക്കിപ്പോൾ അതിൻ്റെ ഒരു സീസണും കൂടിയാണ്. അപ്പോൾ ഈ ഒരു സീസണിൽ ഈ ഒരു രണ്ട് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വേറൊന്നുമല്ല, നമ്മുടെ നെല്ലിക്ക, ഗൂസ്ബെറിയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ ഈ ചെറിയ ഉള്ളിയും ഗൂസ്ബെറിയൊക്കെ നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. നമ്മുടെ വീട്ടിൽ മിക്കവാറും ഈ ഒരു സീസൺ എനിക്ക് തോന്നുന്നു ഗൂസ്ബെറിയുടെ അല്ലെങ്കിൽ നെല്ലിക്കയുടെ ഒക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്കത് കിട്ടാൻ വലിയ പാടൊന്നുമില്ല. നന്നായിട്ട് പൊളിച്ച് ഞാൻ കാലത്ത് വെള്ളം ഒഴിച്ചിട്ടിട്ടുള്ളതാണ്. ഞാൻ ഒരു സ്ഥലത്ത് പോയി വരേണ്ടതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോയിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം നല്ല നീറ്റായിട്ട് കിടപ്പുണ്ട്. ആ കഴുകിയ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് ഞാൻ ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് നമ്മുടെ ചെറിയ ഉള്ളിയും നെല്ലിക്കയും നന്നായിട്ട്, ചെറിയ ഉള്ളിയൊക്കെ ഒരു 2-3 ആയിട്ട് കീറി ഇങ്ങനെ എടുത്തു. അതുപോലെ തന്നെ നെല്ലിക്ക ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെയാണ് മുറിച്ച് കിട്ടുക. കാരണം ഞാൻ വന്നത് ലേറ്റായിപ്പോയി, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ എന്തായാലും മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ വലിയ കുഴപ്പമില്ല, വലിയ കഷ്ണം അല്ലാത്തതുകൊണ്ട് എന്തായാലും വെള്ളം ഇച്ചിരി അത് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ആ ഒരു അംശമൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടും. വേറെ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഇതാ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്, നല്ല ജ്യൂസായിട്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ആ ഒരു പിശിടെന്നൊക്കെ പറയില്ലേ, ആ ഒരു സാധനവും ഇതിൻ്റെ ജ്യൂസും കൂടെ മിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ അത് കളയൊന്നും വേണ്ട, അത് ഫുള്ള് നമുക്ക് തലയിൽ തേക്കാൻ പറ്റും. മുടി വളരാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും എന്താ പറയുക, നരയ്ക്കാതിരിക്കാനും ഒക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് നമ്മുടെ ചുവന്നുള്ളിയും അതുപോലെ തന്നെ കൊച്ചുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ നെല്ലിക്കയും. ഭയങ്കര നല്ല ഹെയർ ഗ്രോത്തിന് നമ്മൾ എണ്ണ കാച്ചുമ്പോഴായാലും ഒക്കെ നല്ലതാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് പനങ്കുല പോലെ മുടി വളർന്നില്ലെങ്കിലും ഉള്ള മുടി നമുക്ക് സംരക്ഷിച്ച് പോകാനായിട്ട് ഇങ്ങനെയുള്ള ടിപ്സൊക്കെ നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പം ഇതിനായിട്ട് നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ ഹെയറിനായിട്ടൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ നമ്മുടെ മുടിയുടെ കറുപ്പും നമ്മുടെ മുടിയുടെ എന്താ പറയുക കൊഴിയുന്ന പ്രശ്നങ്ങളുമൊക്കെ, ഇപ്പോൾ 100 മുടി കൊഴിയുന്നിടത്ത് നമുക്കൊരു 50 മുടിയായിട്ട് കുറയാനെങ്കിലും അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ കീപ്പ് ചെയ്ത് പോകും. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഈ ജോലി തിരക്കും ഓട്ടത്തിനൊക്കെ ഇടയിൽ നമ്മുടെ സ്കാൽപ്പ്, നമ്മുടെ തലയൊക്കെ നല്ല ചൂടായിട്ടിരിക്കുമ്പോൾ മുടി കൊഴിച്ചിൽ നല്ല സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ വെള്ളം കൂടി കുറവ്, ബിസി ആയിട്ടുള്ള ലൈഫിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാത്തതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള പ്രോട്ടീൻ കാര്യങ്ങളൊക്കെ മുടിക്ക് കിട്ടാതെ വരുന്നതൊക്കെ ഇതിൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ നെല്ലിക്കയും നമ്മുടെ ചുവന്നുള്ളിയും കൂടെ അരച്ചെടുക്കുമ്പോൾ നല്ലൊരു പിങ്കിഷ് കളറിൽ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. ഭയങ്കര ഹെൽത്തിയാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഹെയർ പാക്കാണ്. ആഴ്ചയിലൊന്ന് നമ്മൾ നെല്ലിക്കയൊക്കെയുള്ള സീസണിൽ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടിക്ക് നല്ല മാറ്റം ഉണ്ടാകും. കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാനിത് ട്രൈ ചെയ്യുന്നത് നിങ്ങളെ കാണിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്താ പറയുക, ഒരുപാട് ലേറ്റായി, ഇനി ഇരുട്ടാൻ പോവുകയാണ്. അപ്പോൾ ഇത് തേച്ച് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ട് എനിക്ക് കുളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, റിസൾട്ട് കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.